ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 11. വിശ്വരൂപം. ശ്ലോകം 1. അർജുന ഉവാച മദനുഗ്രഹായ പരമം ഗുഹ്യമധ്യാത്മസംജിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, പരമഗുഹ്യങ്ങളായ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് അങ്ങെനിക്ക് ദയാപൂർവം നൽകിയ ഉപദേശങ്ങൾ കേട്ടതിനാൽ എൻ്റെ വ്യാമോഹങ്ങൾ ഇപ്പോൾ തീർന്നിരിക്കുന്നു. ഭാവാർത്ഥം. ഈ അധ്യായത്തിൽ കൃഷ്ണനാണ് സർവസൃഷ്ടികളുടെയും കാരണത്തിന് കാരണമെന്ന് തുറന്നു കാണിക്കുന്നു. ഭൗതിക പ്രപഞ്ചങ്ങളുടെ ഉദ്ഭവസ്ഥാനമായ മഹാവിഷ്ണുവിൻ്റെയും കാരണഭൂതനത്രേ കൃഷ്ണൻ. അദ്ദേഹം ഒരവതാരമല്ല, അവതാരങ്ങൾക്കും ഉറവിടമാണ്. ഇക്കാര്യം കഴിഞ്ഞ അധ്യായത്തിൽ പൂർണ്ണമായി വിശദീകരിച്ചിട്ടുണ്ട്. അർജുനനെ സംബന്ധിച്ചിടത്തോളം വ്യാമോഹം തീർന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ സുഹൃത്തായ ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിലല്ല, സകലതിൻ്റെയും സ്രോതസ്സെന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ കൃഷ്ണനെ കാണുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. അർജുനന് ശരിക്കും ബോധോദയമുണ്ടായിരിക്കുന്നു. കൃഷ്ണനെ പോലെ മഹാനായ ഒരു സുഹൃത്തിനെ ലഭിച്ചതിൽ അദ്ദേഹം സന്തുഷ്ടനാണ്. എന്നാൽ താൻ കൃഷ്ണനെ സകലതിൻ്റെയും സ്രോതസ്സായി സ്വീകരിക്കുന്നുവെങ്കിലും മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ലെന്ന് വരാമെന്ന് അർജുനൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കൃഷ്ണന്റെ ദിവ്യപ്രഭാവത്തെ എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് വിശ്വരൂപം കാട്ടിത്തരണമെന്ന് ഈ അധ്യായത്തിൽ അദ്ദേഹം ഭഗവാനോട് അപേക്ഷിക്കുന്നത്. വാസ്തവത്തിൽ ദർശനമാത്രയിൽ അർജുനനെ പോലെ ഏതൊരാളും ഭയപ്പെട്ടു പോകുന്നതത്രേ വിശ്വരൂപം. പക്ഷേ കരുണാനിധിയായ കൃഷ്ണൻ അത് കാണിച്ചു കൊടുത്ത ശേഷം വീണ്ടും ആദിമരൂപം കൈക്കൊള്ളുന്നു. തൻ്റെ ഉപദേശങ്ങളെല്ലാം അർജുനന്റെ നന്മയ്ക്കു വേണ്ടിയാണ് കൃഷ്ണൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതിൽ അർജുനന് പരിപൂർണ വിശ്വാസമുണ്ട്. തനിക്ക് സംഭവിക്കുന്നതെല്ലാം കൃഷ്ണന്റെ അനുഗ്രഹത്താലാണെന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. കൃഷ്ണൻ തന്നെയാണ് സർവകാരണങ്ങൾക്കും കാരണമെന്നും പരമാത്മരൂപേണ അദ്ദേഹം എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടെന്നും അർജുനന് വിശ്വാസമുറച്ചു കഴിഞ്ഞു. ശ്ലോകം 2. ഭാവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ ത്വത്തഃ കമലപത്രാക്ഷ മാഹാത്മ്യമഭിചാവ്യയം. വിവർത്തനം. അല്ലയോ കമലാക്ഷ, ജീവജാലങ്ങളുടെ ഉദയാസ്തമയങ്ങളെക്കുറിച്ച് വിശദമായി ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടുകഴിഞ്ഞു. അങ്ങയുടെ വർണ്ണിച്ചു തീർക്കാനാവാത്ത വൈഭവങ്ങളെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. സന്തോഷ തികവോടെയാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ കമലാക്ഷൻ എന്ന് സംബോധന ചെയ്യുന്നത്. കൃഷ്ണന്റെ കണ്ണുകൾ താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെ കാണപ്പെടുന്നു. അഹം കൃഷ്ണസ്യ ജഗതഃ പ്രഭവ പ്രളയസ്ഥത. ഈ സമ്പൂർണ്ണ ജഗത്തിൻ്റെ ആവിർഭാവ തിരോഭാവങ്ങളുടെ പ്രഭവസ്ഥാനം ഞാൻ തന്നെ എന്ന് മുൻ അധ്യായത്തിൽ കൃഷ്ണൻ അദ്ദേഹത്തെ ധരിപ്പിക്കുന്നുമുണ്ട്. ഭഗവാനിൽ നിന്ന് അർജുനൻ ഇത് വിശദമായി കേട്ടിട്ടുണ്ട്. എല്ലാത്തരം ആവിർഭാവ തിരോഭാവങ്ങളുടെയും ഹേതുഭൂതനെങ്കിലും അവയിൽ നിന്ന് വ്യത്യസ്തനാണ് കൃഷ്ണൻ എന്ന സത്യവും അർജുനൻ ഗ്രഹിച്ചു കഴിഞ്ഞു. താൻ സർവവ്യാപിയാണെങ്കിലും എല്ലായിടത്തും തൻ്റെ വ്യക്തിപരമായ സാന്നിധ്യമില്ലെന്നാണല്ലോ 9-ാം അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഊഹാതീതമായ ആ ഭഗവദൈശ്വര്യത്തെയാണ് നല്ലവണ്ണം അറിഞ്ഞതായി അർജുനൻ സമ്മതിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.